ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിശ്വാസം കൊണ്ട് ദൈവം നമ്മുടെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കർത്താവ് മഹത്വപ്പെട്ടു നിൽക്കുന്ന വലിയ ദൈവികമായ സമയമാണ്. നിങ്ങൾ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന നാനാജാതി മത്സർക്കും അനേകം അകലെയെന്ന് വന്നുള്ള മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ അനുശ്രവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് അറിയുന്നതിനെ നന്ദി പറയുന്ന കർത്താവേ, ദാരിദ്ര്യ മേഖല ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്നെ സൗഖ്യമാക്കും ക്ഷമ യഹോവ, എങ്ങും അവനുണ്ട്. റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും ക്ഷമ യഹോവ, എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്നാനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. ചേർന്ന് പ്രാർത്ഥിക്കുക. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മീൻപിടുത്തക്കാരായ വിശ്രുത ശ്രീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ വള്ളവും വലയും യന്ത്രവും തൊഴിലാളികളെയും ദൈവപിതാവേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മത്സ്യത്തൊഴിലാളികളെ സമർപ്പിക്കുന്ന കർത്താവേ, കടൽ കയൽ മേഖല ജോലി ചെയ്യുന്നവരെ അവരുടെ ബോട്ടുകൾ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ പെരുന്നതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ പെരുന്നതിയെ, അനുദിനം നിൻ പാദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ, അനുഗ്രഹത്തിൽ അധിപതിയെ ആനന്ദകൃപ പെരുന്നതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനയുടെ ഫലമായി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും അവരെ സമാധാനത്തിൽ കാക്കുകയും സകലവിധ തിന്മകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ.
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിൻ്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വാഴ്ചയുണ്ടാകട്ടെ. മക്കളെ, ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. ഉടമ്പടി ചെയ്ത മക്കളുണ്ട്, ഉടമ്പടി ചെയ്യാനിരിക്കുന്ന മക്കളുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. സാക്ഷ്യങ്ങൾ കേട്ടില്ല. ജോയിച്ചൻ ബ്രദർ ആ സാക്ഷ്യം ആ ചേച്ചി പറഞ്ഞതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെയ്തിരുന്നു. എന്തിനാണ് ചെയ്തത്? ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ. ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തത്. ഞാൻ ആ ചോദ്യം വളരെ കുറിക്കൊണ്ട ചോദ്യമാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്ന ആ ഉടമ്പടി ചെയ്യാതിരുന്നെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയ ആൾ എങ്ങനെ തിരിച്ചു വരാനാ? വരത്തില്ല. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ അവരോട് പറയണം. എന്താ കാര്യമെന്നറിയാമോ? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തെന്ന് പരിശുദ്ധ അമ്മ ഈജിപ്തിൽ വെച്ച് എൻ്റെ വായി കൈയിട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത മെസ്സേജ്, നാട്ടിൽ വന്നപ്പോൾ എടുത്ത മെസ്സേജാണ്. അപ്പം കിട്ടിയതാണ് യോഹന്നാൻ 14, മത്തായി മർക്കോസ് 16:20. എന്താണ്? ദൈവം അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നെന്ന്. ഈ കേൾക്കണ സാക്ഷ്യവും ഉടമ്പടി പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ദൈവം നമ്മളോട് പ്രവർത്തിക്കണതാണ്. അപ്പോൾ ഞാനിവിടുത്തെ മരണത്തെപ്പോലും മടക്കാൻ പറ്റുമല്ല ഇപ്പം എങ്ങനെയാണെങ്കിൽ, ഇല്ലേ? മരിച്ചുവെന്നും പറഞ്ഞ് എഴുതിയ സാധനം മരണത്തെ മാതാവ് മടക്കി വിട്ടിരിക്കുന്നു. കൈ അടിച്ച് കർത്താൻ. എൻ്റെ മക്കളെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞതറിയാവോ? മരണത്തെ പോലും മടക്കുമെങ്കിൽ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും മടക്കി വിട്ടിരിക്കും. കൈ അടിച്ച് കർത്താൻ. ഞങ്ങളുടെ ജീവിത നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ചൊരിയുന്നു, അനുഗ്രഹം. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോ അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവരെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നു. എന്റെ പ്രാർത്ഥന കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ കാര്യവും ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചിരിക്കുന്ന ഓരോ കാര്യവും കാലവിളംബം വരുത്താത്ത അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് വെച്ചിരിക്കുന്ന രോഗശാന്തി, ജോലിയില്ലാത്ത അവസ്ഥകള്, കല്യാണം ഒത്തുവരാത്ത അവസ്ഥകള്, മക്കളില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക കടങ്ങള്, മറ്റു ദുരിതങ്ങള് യേശു നാമത്തിൽ മാറിപ്പോട. ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എവിടെ നിന്നെല്ലാം വന്ന ജനങ്ങള് വിശ്വാസത്തോടെ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങള് അത്ഭുതകരമായി ഏറ്റെടുക്കുകയും അവർക്ക് താവേ ഇപ്പോൾ തന്നെ തത്സമയ ഇടപെടലായി പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങൾ സമർ സ്തുതിക്കട്ടെ. എന്റെ ഭാരങ്ങൾ മാറിപ്പോ എന്റെ ചാപത്തിൽ. മക്കളെ, അമ്മ ഒത്തിരിയേറെ, അമ്മയോട് നമുക്ക് വല്ലാത്ത കണ്ണു നിറഞ്ഞ നന്ദിയുണ്ട്. എന്താണെന്നറിയാവോ? ഒത്തിരിയേറെ ചെറുപ്പക്കാരെ അമ്മ സഹായിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷമാണ്. കാര്യം നമ്മുടെ മക്കൾ പോയി രക്ഷപ്പെട്ടാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഒരാൾ IELTS എഴുതി ഒരാൾ PR കിട്ടിയെന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങൾ ചിന്തിക്കണം എങ്ങനെയെന്നറിയാമോ? 6 കുടുംബം രക്ഷപ്പെട്ടെന്നാണ് ചിന്തിക്കുന്നത്. കാര്യം അവരുടെ കൊണ്ട് അവരുടെ ബന്ധുക്കൾ, അവരുടെ സ്വന്തപ്പെട്ടവർ, അവർക്ക് സഹായിക്കാൻ പറ്റുന്നവർ, അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷകൾ, നിങ്ങളുടെ PSC ആയാലും ശരി, നിങ്ങളുടെ നൈപുണ്യ പരീക്ഷയായാലും നിങ്ങളുടെ മത്സര പരീക്ഷയായാലും അമ്മ ഇന്ന് എത്രയോ സാക്ഷ്യങ്ങളാണ്. ഒരു മാസം തന്നെ 10-150 ഒക്കെയാണ് ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾ
അതിസാഹസികമായ പരീക്ഷകൾ കൃപയോടുകൂടി അമ്മ അവരെ ലിഫ്റ്റ് ചെയ്ത് വിടണത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാര്യം കൃപാസനത്തിൽ കൂടുതലും വരുന്നത് ആരാ? ഇപ്പോൾ ചെറുപ്പക്കാരെ കൂടുതൽ വരുന്നത് മുമ്പത്തേക്കാളും. എന്താ വെച്ചാൽ അവരെത്രയോ പേര് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം മുമ്പത്തോളം ഇത്രയും ചെറുപ്പക്കാരൻ മുമ്പ് വരത്തില്ലായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് അമ്മ, എനിക്ക് തോന്നുന്നത് ഒരു പകുതിയോളം ചെറുപ്പക്കാർ മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അതെല്ലാം വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും ജോലി അന്വേഷിക്കുന്നവരുമാണ്. അവർക്കെല്ലാം അമ്മ മറുപടി പറയുന്നുണ്ട്. വെടിക്കെട്ട് സാക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ട്. അവരിലൂടെ വലിയ വിശ്വാസ വിപ്ലവം നടക്കുകയാണ്. അനേകം മക്കൾ ദൈവത്തെ അറിയാനും അവരുടെ യുവാവ് അതിൻ്റെ യൗവനത്തിൽ തന്നെ ദൈവത്തെ അറിയാൻ പറഞ്ഞെങ്കിലും ദൈവം അറിയിച്ച അവൻ്റെ ജീവിതം നിലനിർത്തിക്കൊണ്ടാണ് ദൈവം അവരെ അറിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീവാലുവേഷന് കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ 9ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും പഠിക്കാത്തവരുണ്ട്. അവർക്കൊണ്ട് വല്ല വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരെ ഉൾപ്പെടെയും അതുപോലെ തന്നെ മെറിറ്റിൽ പോകുന്നവരും അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷ ഇരിക്കുന്നവരും എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെല്ലാം ദൈവം അവരെ സഹായിക്കുകയാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി പരീക്ഷാർത്ഥികളും വരുമാനം ഇല്ലാത്തവരും വരുമാനത്തിന് വേണ്ടി ദൈവദൃശ്യന് പ്രാർത്ഥിക്കുന്നവരും അച്ഛനോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, നൈപുണ്യ പരീക്ഷ എഴുതുന്നവരെ, മത്സര പരീക്ഷ എഴുതുന്നവരെ, കർത്താവേ അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും IELTS, MOH, HARD, PSC മറ്റു തരത്തിലുള്ള പ്രവേശന പരീക്ഷകളെ എഴുതിയവര്, എഴുതി കഴിഞ്ഞവര്, എഴുതാൻ പോകുന്നവര്, കർത്താവിന്റെ തിരുസന്നിധിയിൽ അവര് നിൽക്കുന്നവര്, അവരുടെ മാതാപിതാക്കന്മാര്, അവരുടെ പ്രാർത്ഥനകള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൃപയാൽ പരീക്ഷകളുടെ മേൽ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. മക്കളെ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലെ അങ്ങിടപെടുന്നവർ തന്നു പറയുന്നു. IELTS എഴുതുന്നവരെ സമർപ്പിക്കുന്നു. എഴുതവരെ സമർപ്പിക്കുന്നു. എൻട്രൻസ് എഴുതവരെ സമർപ്പിക്കുന്നു. എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നീശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. മക്കളെ, അവസാനമായി യാത്രയെ ചെയ്യാൻ പോകുന്നവരെ, അവസാനമായി വിസിറ്റിന് പോയിരിക്കുന്നവരെ, അവർക്ക് ഇതുവരെക്കും അവിടെ ജോലിയില്ലാതെ ഇൻ്റർവ്യൂവിന് തോറ്റിട്ട് മടങ്ങേണ്ടി വരുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരെ, മാതാപിതാക്കന്മാരേക്ക് ഒന്ന് വിളിച്ച് പല സങ്കടങ്ങളും പറഞ്ഞിരിക്കുന്ന മക്കൾ, അതെല്ലാം നിങ്ങളിപ്പോൾ അഭിഷിക്തൻ സംസാരിക്കുമ്പോൾ അമ്മയോട് നേരിട്ട് പറഞ്ഞുകൊള്ളുക. അമ്മ അത് ഈശോയ്ക്ക് വെച്ചോളൂ. അതായത് നിങ്ങളോട് നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, വിദൂരങ്ങളിലായിരിക്കുന്നവർ പറഞ്ഞ സങ്കടങ്ങൾ, അവരുടെ ജോലിയെ സംബന്ധിച്ച, പഠനത്തെ സംബന്ധിച്ചെടുത്താൽ അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചെടുത്താൽ പറഞ്ഞിട്ടുള്ള ആവലാദികൾ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, വരുമാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വരുമാനം മുട്ടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക കടങ്ങളായി വരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനൂരുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഉന്നതമായ നാമത്തിൽ വൈവാഹിക ദോഷങ്ങള് മക്കളില്ലാത്തവര് ഈശോയുടെ ഉന്നതമായ നാമത്തില് ദൈവത്തിന്റെ 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 ശക്തി പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ചൊരിയുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, യേശുനാമം അതിശയനാമം, ഏഴയടിക്കുമ്പ നാമം. യേശുനാമം അതിശയനാമം, ഏഴയടിക്കുമ്പ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം,
ഭക്തജനം പാട്ടും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം പാട്ടും നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭക്തമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭക്തമുള്ള നാമം. യേശുനാമം അതിശയനാമം ഏഴയനിക്കും നാമം. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തു എന്ന് പറയുന്നത് കൃപാസനത്തിൽ മേടിച്ചിട്ടുള്ള പത്രം, തേന്, ഓക്കെ, ഉപ്പ്, കശുവ, ഇതെല്ലാം നമ്മൾ ആശീർവദിക്കാൻ പോവുക. കൃപാസനത്തിൻ്റെ പത്രം നിങ്ങൾക്കറിയാം. ഇപ്പോഴേ ഇവിടെ ഉള്ള ഒരവസ്ഥ, ചില ദിവസങ്ങളൊക്കെ 700 പേരാണ് ഉടമ്പടി ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ അച്ഛനെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മക്കളെ ഉടമ്പടി ചെയ്യരുതെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം കാണാൻ പറ്റുന്നതിന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അത് അധ്യായം ക്ലോസ് ചെയ്യത്തില്ല. കാര്യമുണ്ട്. ആൾക്കാരെ കാണാൻ തന്നെ ഉള്ളതാണ് ഈ ധ്യാനകേന്ദ്രം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയെ കാണാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്യുക. കാരണം സാക്ഷ്യം പറയുന്ന പകുതി മുക്കാൽ ഞാൻ കാണാത്ത ആൾക്കാരാണ്, അമ്മ നേരിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം അച്ഛനെ കാണാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് അവിടെ പ്രാധാന്യമില്ലാതെ വരും. പിന്നെ നിങ്ങളുടെ അച്ഛനെ കാണുന്നത് എന്തിനാണ്? നിങ്ങളുടെ കാര്യം സാധിക്കാൻ. അപ്പോൾ കാര്യത്തിനായിരിക്കും പ്രാധാന്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പമ്മാൻ സാധ്യതയുണ്ട്. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കാലവിളംബം ഉണ്ടാക്കിയെടുക്കരുത്. തെറ്റായ സമീപനത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അച്ഛനെ കാണുന്ന സമയമാകുമ്പോൾ ദൈവം അനുവദിക്കുന്ന സമയത്ത് കാണും. ഇപ്പോൾ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാവർക്കും ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ 3 മണിക്ക് വന്നിട്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിന്ന് സങ്കടപ്പെട്ട് പോകണ ഒരു വിഷയം ഇപ്പോൾ ഇല്ല. കാര്യം നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ ഡേറ്റ് കൊടുക്കുകയാണ്. ആ ഡേറ്റിൻ്റെ ടൈമും വരെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന് അവർ അച്ഛനെ കണ്ട്, അപ്പോൾ പക്ഷേ അതുക്കുള്ളിൽ മാതാവ് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചിരിക്കും, അത് ഉറപ്പായിട്ടും. കാര്യം മരിച്ചവനെ വരെ ഉയർപ്പിക്കുന്നതാണ് ഉടമ്പടി. അതല്ലേ ഇപ്പം അവസാനം മനസ്സിലായത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളൊന്ന് നേരെ ചൊവ്വേ കർത്താവിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. നിങ്ങൾ അതൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, വിശ്വസ്തയോടെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ രോഗികൾ, എമർജൻസിക്കാരില്ലേ, രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ എയ്ഡ്സ് രോഗികൾ, അതുപോലെ തന്നെ വളരെ മോശം കണ്ടീഷനിൽ ആരോഗ്യമുള്ളവർ, അവരെ നമ്മൾ എല്ലാ പ്രാർത്ഥനയ്ക്കും അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഉടമ്പടി പോലും ആവശ്യമില്ല. നിങ്ങൾക്കറിയാവില്ലേ, ഉടമ്പടി പോലും ആവശ്യമില്ല. ചിലപ്പോൾ ഉടമ്പടി നിന്ന് ചെയ്യാനുള്ള ആവത് അവർക്കുണ്ടാകത്തില്ല. ഉടമ്പടി ചെയ്യണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണ്ടേ. അത് നിൽക്കാനുള്ള നടുവേദനയും കിഡ്നി വേദനയൊക്കെ കൊണ്ട് സഹിക്കത്തില്ല. നമുക്ക് തന്നെ ഒരു പനി വന്നാൽ നമുക്കറിയാം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനേ തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ വന്ന് പെട്ട 4:30 മണിയാകുമ്പോൾ അവർക്ക് ചീട്ട് കൊടുക്കും. ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അവർ ലൈനപ്പ് ചെയ്താൽ മതി. എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ ബന്ധുക്കളോടും പറയണം. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ അച്ഛൻ കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗി, തൈറോയ്ഡല്ല കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, പിന്നെ ഹാർട്ടിൻ്റെ അസുഖം, അങ്ങനെ ക്യാപിറ്റൽ ഡിസീസിന് പ്രത്യേകം പ്രെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവത്തിനെ പറ്റിക്കാതിരുന്നാൽ മതി നിങ്ങൾ. കാര്യം രോഗികളാണെന്ന് പറഞ്ഞാലും അവർ പഴയ സ്വഭാവക്കാരായിരിക്കും. പണ്ട് ഞാനിങ്ങനെ രോഗികൾക്ക് വേണ്ടി മുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കള്ളന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പം തന്നെ വണ്ടി വിടും, എന്നിട്ട് ഹിമാലയ പോയിരുന്നതിന് പുട്ടടിക്കും. അതാണ് കുഴപ്പം. അപ്പം തന്നെ ദൈവത്തിന് അറിയാം ഇത് ചുമ്മാ കള്ളത്തരത്തിന് വേണ്ടി അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ബുദ്ധി, ഒരു മാന്യത ഉണ്ടെങ്കിൽ അവർ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നതാണ്. 1000 സുഖപ്പെടുന്ന സ്ഥലത്ത് 1 മണിക്കൂർ ആരാധന കൂടാൻ പാടില്ലേ? ചെയ്യത്തില്ല അവർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ 4 മണിക്കാണ് പ്രാർത്ഥന വിചാരിച്ചുകൊണ്ട് 4 മണിക്ക് എടുത്തുകൊണ്ട് വന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് അവരൊന്ന് ആരാധന കൂടാൻ പറയണം. കുറഞ്ഞ പക്ഷം 2 മണിക്കെങ്കിലും വന്ന് ആരാധന കയറാൻ പറയണം. അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കർത്താവ് അവരെ സുഖപ്പെടുത്തും. ഈ 4:30 മണി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ആരാധന വരുമ്പോൾ തന്നെ കർത്താവ് അവരെ സുഖപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയണത് അവർ കവാടത്തിങ്ങ് വരുമ്പോൾ തന്നെ അവരുടെ കാര്യം ഇവിടെ വിളിച്ച് പറയും. അതാണിപ്പോൾ ഒരു ചേച്ചി പറഞ്ഞേക്കുന്ന സാക്ഷ്യം. കവാടത്തിങ്ങ് വന്നതേ ഉള്ളെന്ന്. അപ്പം കൈവെക്കാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഞാൻ കൈവൊക്കി. അപ്പോൾ ഒരു കാറ്റടിച്ചു.
അപ്പോൾ ഞാൻ നോക്കി കാറ്റ് എല്ലായിടത്തും ഉണ്ടാവും, ഓരോരുത്തരും കാറ്റില്ല, എൻ്റെ മുഖത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ. കാര്യം അൾസർ പിടിച്ച് മെനഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾ അപ്പം തന്നെ അവിടെ പോയി ഭക്ഷണം കഴിച്ച് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് സമാധാനത്തോടെ ഒരു പിടി ഭക്ഷണം കഴിക്കണത്. പിന്നെ ആ രോഗം വന്നിട്ടില്ല. അപ്പം കവാടത്തിലെത്തിയാൽ പോലും മതി, അമ്മ അവിടെ കാത്തു നിൽക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായത്, അമ്മ കവാടത്തിൽ കാത്തു നിൽക്കണമെന്ന്. അപ്പം ഇവിടെ എന്തും നടക്കും. കാര്യം അമ്മ ജീവന് സ്വന്തം പോലെ കാണുന്ന ഒരു ശുശ്രൂഷാലയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാൽ, കാശുരൂപമായാലും പത്രമായാലും, അതുപോലെ തന്നെ ഈ പത്രമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മക്കളെ, ഞങ്ങളെന്താണ് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയണമെന്നറിയാവോ? പത്രം വഴി അതുപോലെ സാക്ഷി, ഇന്നും കേട്ടില്ലേ, സാക്ഷ്യം വായിക്കുമ്പോൾ ആൾക്കാർക്ക് കർത്താവിനെ കേൾക്കണമെന്ന് തോന്നുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പം ഇന്നും സാക്ഷ്യം അങ്ങനെ പറഞ്ഞല്ലോ, പത്രം വായിച്ചപ്പോൾ ആ ഇപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിന് പോകാത്ത ഒരാൾ പത്രം വായിച്ചപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നി. അത് തോന്നിയതല്ല, അമ്മ തോന്നിച്ചതാണ്. പിന്നീട് ആ മകൻ തന്നെ നിന്ന് ഉടമ്പടി ചെയ്യാൻ പോയെന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പം നിങ്ങളെപ്പോഴും മനസ്സിലുണ്ടാവണം, എന്താണ്, ഞാൻ വഴി 10 മനുഷ്യർ ഈശോനെ അറിയണം. 10 മക്കൾക്ക് മേടിച്ചാൽ മാത്രം പോരാ, കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും ഇത് സത്യസന്ധമായിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം. ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? 10 മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണാതെ കൊണ്ടുപോയി പള്ളിയിൽ എവിടെയെങ്കിലും പാത്ത് വെച്ചും പോയി ഓടിക്കളയും. അപ്പോൾ അവരൊക്കെയാണ് നടന്ന് വലയണത്. ശരിക്കും അവരെ ഫ്രോഡാണെന്ന് അവർക്ക് ദൈവത്തിന് അറിയാം. ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ട് വന്നിരിക്കണമല്ല, അവരുടെ കാര്യത്തിന് വേണ്ടി ആരോ പറഞ്ഞു കേട്ടിട്ട് പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെ പരീക്ഷിക്കരുത്. പരീക്ഷിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വരണം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ എണ്ണം ഇവിടെ വരുന്ന ക്രൈസ്തവരുടെ എണ്ണം നോക്കാനാണെങ്കിൽ, അക്രൈസ്തവരുടെ എണ്ണം നോക്കാനാണെങ്കിൽ സുഖപ്പെടുന്നവർ ശതമാനത്തിൽ അക്രൈസ്തവരാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രൈസ്തവർ 1000 പേര് വരുന്നുണ്ട്, അതിൽ നിന്ന് 100 പേര് സുഖപ്പെടുന്നുണ്ടെങ്കിൽ 10% ആയില്ലേ? അപ്പോൾ അക്രൈസ്തവർ 100 പേര് വരുന്നുണ്ട്, അതിൽ നിന്ന് അവർ 25 പേര് സുഖപ്പെടുന്നുണ്ടെങ്കിൽ എത്ര ശതമാനമായി? 25%. അപ്പോൾ അക്രൈസ്തവർ മുസ്ലിംസാലും അതുപോലെ തന്നെ ഇതിവിടെ ആരും മതം മാറ്റാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ ഈശോയിൽ മനസ്സ് മാറ്റിയിരിക്കും. ഈശോ മനസ്സ് മാറ്റത്തിൻ്റെ ആളാണ്. നിൻ്റെ മനസ്സ് മാറിക്കണ പരമപിതാവിന് മനസ്സിലായാൽ നിനക്ക് നിത്യരക്ഷ കിട്ടുകയും ചെയ്യും. അല്ല, ഞങ്ങളാരെയും അനുഷ്ഠാന പ്രകാരം ഒരു മനുഷ്യനെ മതം മാറ്റണ ഒരു ലക്ഷ്യവും ഇവിടെ ഇല്ല. അതുകൊണ്ട് കാര്യം ഇവിടെ ഗോഡെന്ന് എഴുതി വെക്കാനാണ് അമ്മ മെസ്സേജ് തന്നത്. അത് മീൻസ് എന്താ? എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ച്, അക്രൈസ്വരും വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യം പറയണത്. അപ്പം എൻ്റെ മക്കൾ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നിയതാണ് എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയണത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ വഴി 10 മനുഷ്യരെ ഈശോനെ അറിയിക്കും. അപ്പോൾ 10 നാമമാത്രമായിട്ട് 10 വിതരണം ചെയ്യണമല്ല, നിങ്ങൾ ഉറപ്പ് വരുത്തണം. 100 പത്രം കൊടുത്താൽ 50 ഈശോനെ കേൾക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്താലേ വരത്തുള്ളൂ. അല്ല പള്ളിക്കൊണ്ട് ഇട്ടച്ച് കോഴികളൊന്നും ആരും വരത്തില്ല. 10 കപ്പരി കൊണ്ട് കത്തിച്ച് കളയേ ഉള്ളൂ. പിന്നെ കർത്താവിൻ്റെ വചനം കത്തിച്ചതിന് നീ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ നിന്ന് കൊടുക്കണം. നീ ഏത് കളക്ടറായാലും ശരി, നീ ഉയരുന്തോറും കർത്താവിന് വേണ്ടി അഭിമാനത്തോടെ ജോലി ചെയ്യണം. നീ ഉയർന്നവനാണെങ്കിൽ അതുപോലെ കർത്താവ് തന്ന ഉയർച്ചയാണ്. നിത്യജീവനേക്കാൾ വില ഉയർച്ചയൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ എത്ര ഉയർന്നിട്ടും കാര്യവുമില്ലെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാവരും ദൈവത്തെ അറിയണം. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഈ കാണിച്ചുകൊണ്ട് എല്ലാവരും കർത്താവിനെ അറിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കണമെന്ന്. അതപ്പോഴാണ് അമ്മയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. സത്യസന്ധമാണ് ദൈവത്തിൻ്റെ മുമ്പിലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെടൽ ഒരു പ്രത്യേക വിഷയമല്ല. അത് ദൈവത്തിന് തോന്നിയാൽ, നമ്മളെ ശരിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ഈശോയുടെ രക്തത്തിന് വിലയുണ്ട്, ഈശോനെ എല്ലാവരും കാണണം, എല്ലാവരും അറിഞ്ഞ് രക്ഷപ്പെടണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നണം. എന്നാൽ നിങ്ങൾ ശരിക്കും കൊടുക്കും. അതുകൊണ്ട് ഈ ഷാലോമില്ലേ, ഷാലോം കൃപാസന നിങ്ങളെ കൂടത്തില്ലേ? അപ്പം മൊബൈലൊക്കെ ഈ നല്ല സ്മാർട്ട് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് മൊബൈലിൽ ഫേസ്ബുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവരെല്ലാവരും ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ തന്നെ ആരോ ഒരാളെ മാർക്ക് ചെയ്ത് പാസ്റ്ററിന് എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദിച്ചു, കമൻ്റ് അടിക്കണതാണ്. അപ്പോൾ ഉടനെ ഒരു കൊല്ലത്തുകാരൻ പറഞ്ഞു, ഇത് പാസ്റ്ററൊന്നുമല്ല, ഇത് കത്തോലിക്ക ധ്യാന കേന്ദ്രമാണ്, ഇവിടെ കാശൊന്നുമില്ല, ഇത് ഫ്രീ സർവീസാണ്, നിങ്ങൾക്ക് വന്ന് നോക്കാം. അതാണ് സത്യം. കാര്യം ഞാൻ ദൈവത്തിനറിയാം, ഇവിടെ കുമ്പസാരിപ്പിക്കാൻ വരുന്ന അച്ഛന്മാർക്ക് വരെ നമ്മൾ TA കൊടുക്കും, 1000 രൂപയെങ്കിലും കൊടുക്കും. പക്ഷേ ഞാൻ 25 കൊല്ലം ഇതിൻ്റെ അകത്ത് ഒരു പൈസ പോലും ഇവിടുന്ന് ഞാൻ എടുത്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേവ്യ പുരോഹിതൻ്റെ ഓഹരി പണമല്ല, കർത്താവാണ്.
അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈനീട്ടിയിട്ടില്ലല്ലോ, നിങ്ങളോട് 5 പൈസ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എൻ്റെ മുറി വരണ ഏത് സമയത്ത് ആവതുണ്ടെങ്കിൽ ആവതുള്ള പോലെ ചെയ്യും. ദൈവത്തെ എല്ലാവരും അറിയണം. നിങ്ങളൊരു തീരുമാനം എടുക്കണം. കർത്താവേ, ഞാൻ വഴി 10 മനുഷ്യരെ നിന്നെ അറിയാനേ ഇടയാക്കണേ. അങ്ങനെ വരുമ്പോൾ പിന്നെ അമ്മ നിൻ്റെ അടുക്കുന്ന പോകത്തില്ല. അമ്മയെ ലോകത്തിന് ഈശോനെ കൊടുത്ത ആളാണ്. അമ്മയുടെ ജോലിയാണ് അത്. നമ്മൾ പ്രേക്ഷിത പത്രം കൊടുക്കുമ്പോൾ അമ്മയുടെ ജോലിയാണെന്ന് ഓർക്കണം. ലോകത്തിന് ഈശോനെ കൊടുത്തത് ആരാണ്? അമ്മയാണ്. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഈ പത്രം കൊടുക്കുമ്പോൾ 10 പേർക്ക് കൊടുത്താൽ 5 പേര് കർത്താവിനെ തിരക്കി വരും. വന്നാൽ അവൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് വചനത്തിലൂടെ അവനോട് സംസാരിക്കും. അത് സത്യസന്ധമായ ജീവിതമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് ഫേസ്ബുക്ക് ചെറുപ്പക്കാർ ഒത്തിരിയുണ്ട്, മക്കൾ ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണം അച്ഛനെ. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോഴും നിങ്ങൾ വഴി 100 നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കും. ഒരു വചനം ഒരാൾ കേട്ടാൽ മതി, അവൻ ചിലപ്പോൾ രക്ഷപ്പെടും. യൂട്യൂബ് ആണെങ്കിൽ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ. നെറ്റ് കുറവാണെങ്കിലും യൂട്യൂബിൽ ആ പ്രശ്നമില്ല. അത് അവസാനം വരെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. ഷാലോൺ TV പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാണേണ്ട കാര്യം. നമ്മൾ TV പ്രോഗ്രാമൊന്നും പറഞ്ഞ് നമ്മൾ നടത്തത്തില്ല. പ്രോഗ്രാമല്ല നമ്മൾ നടത്തുന്നത്, നമ്മൾ ധ്യാനമാണ്. ആ ധ്യാനം സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ജീവിക്കണ കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയാണ് അത് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ TV കാണുന്നത് ഒറിജിനൽ കർത്താവാണ്, അല്ലാതെ അതിൻ്റെ വാഴ്ത്താടുത്ത ഹോസ്റ്റിയല്ല. അതെന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ, കിടപ്പ് രോഗികളും ഇവിടെ വരെ വരാൻ പറ്റാത്ത ആൾക്കാരുമൊക്കെ ഇത് കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട്ടിലെ കൃപാസനമാണ് ഷാലോൺ TVയിലെ പ്രോഗ്രാം. വീട്ടിലെ കൃപാസനമാണ്. 29 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഭാഗമായിട്ടത് കാണണം. അതായത് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചക്ക് 1:30 മണിക്കാണ് പ്രോഗ്രാം. പിന്നെ ശുശ്രൂഷ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 8:30 പത്രത്തിലുണ്ട്. ഷാലോൺ TVയിൽ കൃപാസന സാന്ത്വനാഭിഷേകം കാണുന്നവർ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കാണാൻ വേണ്ടിയും സമയം കണ്ടെത്തി കാണുന്നവർക്ക് അനുഭവം ഉണ്ടാകാൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഷാലോൺ TVയിൽ ഈശോയുടെ പ്രോഗ്രാം കാണുന്നവർ എല്ലാവരും കർത്താവിൻ്റെ കൃപയിൽ നിറയാൻ ഇടയാക്കണമേ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. മക്കൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ നേർച്ച വസ്തുക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ മുന്നോട്ട് കൈനീട്ടി വിശ്വാസപ്രമാണം ചെല്ലുക. അച്ഛൻ ഇത് വെഞ്ചരിക്കാൻ പോവുകയാണ്. ഇത് ഒരു വീടിനല്ല, 60 വീടൊക്കെയാണ് ഇതുകൊണ്ട് കഴിയണത് ഒരു വള്ളത്തിൽ. നീ വിശ്വാസപ്രമാണം ചെല്ലിട്ട് Lord Jesus Christ, pour out your spirit, the fire fingers, soak with the precious blood, God increase his spirit, and at the authority of the Catholic Church, with the power of Jesus Christ, with the medicine of Holy Priesthood, I bless and have the relics, those who will have grace and peace and power. ജയിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാവരെയും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കാത്തവരും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന് കൃത്യമായ ജീവിതത്തിനും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ഇനി നിങ്ങളുടെ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വെഞ്ചരിക്കാൻ വേണ്ടി പത്രം വാങ്ങിക്കുന്നവർ അതിൻ്റെ ചീട്ട് കൂടി വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പത്രം 3 പ്രാർത്ഥന കഴിയുമ്പോൾ, ഉടമ്പടി കഴിയുമ്പോൾ അതിൻ്റെ ചീട്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കി കിട്ടും. അച്ഛനെ കാണണമെങ്കിൽ അതിൻ്റെ ഡേറ്റും കിട്ടും. പക്ഷേ ഡേറ്റ് കിട്ടിയാലും ഒരു ചീട്ട് തരും നിങ്ങളുടെ കൂടെ. കാര്യം ഡേറ്റ് കിട്ടിയാലും ആ കിട്ടണ വരെയുള്ള പ്രാർത്ഥന മുടങ്ങരുത്. കാരണം ഡേറ്റ് കിട്ടിയതുമ്പോൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ആയിരിക്കും കിട്ടണത്. അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രാർത്ഥന മുടങ്ങിയ അരിവ് നഷ്ടപ്പെടുകയും അച്ഛൻ്റെ ഒരു മെസ്സേജ് പാളുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അച്ഛനെ കാണാനുള്ള ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് പ്രാർത്ഥന മുടങ്ങരുത്. അതുപോലെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് ആരും ചീട്ട് എടുപ്പിക്കരുത്. ചില ആൾക്കാർ അങ്ങനെ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരാൻ ഒത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് 6 പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി ദൈവദുരുസന്നിധി ക്യാൻസലായി പോകും. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ഷാലോമിലും ഫേസ്ബുക്കിലും കൂടാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്ന ദിവസം പത്രം ചീട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം. അച്ഛനെ കാണാൻ ടോക്കൺ വരുമ്പോഴും ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള ടോക്കൺസ് ഓഫീസിൽ നോക്കും. കാര്യം സമ്പൂർണ്ണമായിട്ട് ഉടമ്പടി പാലിക്കുന്നവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപ്രമാണം വീണ്ടും ചെല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, the fire of God, soak with the precious blood, God increase his spirit, and the Catholic Church, the power of Jesus Christ, with the medicine of Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്താം. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കാം. ഇതാ ഈശോ നിങ്ങളെ
ആശീർവദിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാം കരങ്ങളുയർത്തി കർത്താവിന് സമർപ്പിക്കാൻ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കാൻ. ജീവിക്കുന്ന ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കാൻ. നിങ്ങളുടെ രോഗങ്ങള്, ദുരിതങ്ങള്, കഷ്ടതകള്, കടഭാരങ്ങള്, ജീവിത വ്യഗ്രതകള്, ദുരിതങ്ങള് ഈശോ ഏറ്റെടുക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് യേശുവേന്ന് വിളിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ നന്ദി പറയുന്നു. വിദ്യാഭ്യാസ മേഖലകള് ഇടപെടുന്നതിനെ നന്ദി പറയുന്നു. സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനെ നന്ദി പറയുന്നു. ഭവനരഹിതരെ